ഈ കാണുന്നതാണ് ഇടംപിരി വലംപിരി എന്നുള്ള സസ്യം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഹെലിക്ട്രസ് ഇസോറ എന്നാണ്. ഇത് സാധാരണയായി ഒരു കുറ്റിച്ചെടിയായിട്ടും കൊച്ചു മരമാറ്റൊക്കെ വളരുന്ന ഒരു സസ്യമാണിത്. ഇത് വലംപിരി ഇടംപിരി എന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ ഈ കായകൾക്ക് ഒരു സ്ക്രൂവിൻ്റെ പിരിയുടെ ആകൃതി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. ഇതിന് ഇടത്തോട്ട് പിരിയുള്ളതിനെ ഇടംപിരി എന്നും വലത്തോട്ട് പിരിയുള്ളതിനെ വലംപിരിയും എന്നാണ് എന്നെ വിളിക്കുന്നത്. സംസ്കൃതത്തിൽ ഇതിൻ്റെ പേര് ആവർത്തിനി എന്നാണ്. ഇംഗ്ലീഷിൽ ഇന്ത്യൻ സ്ക്രൂ ട്രീ എന്നാണ് ഈ സസ്യത്തെ അറിയപ്പെടുന്നത്. ഇത് സാധാരണ പാഴ്നിലം, കാടുകൾ എന്നിവയിലെല്ലാം ഈ സസ്യം നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ചുവന്ന പൂക്കളാണ് ഇതിനുള്ളത്. അതായത് നമുക്കൊരു വീട്ടിൽ അലങ്കാര സസ്യമായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു സസ്യമാണ് ഇത്. ഇതിൻ്റെ പൂക്കൾ ഈ കാണുന്ന പോലെയാണ്, നല്ല ഭംഗിയാണ്, നല്ല ചുവപ്പ് പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. പൂക്കൾ നിറയെ ഉണ്ടാകും, കായകളും അതുപോലെ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഇടംപിരിയും വലംപിരിയും. ഇത് ഒരു ചില്ലയിൽ തന്നെ ഇടവും വലവും ഉള്ള പിരികളുള്ള കായകളുണ്ടാകും. ഇപ്പോൾ ഈ കാണുന്നത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കായകളാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഒരെണ്ണം വലത്തോട്ടും ഒരെണ്ണം ഇടത്തോട്ടുമാണ് പിരി. ഈ രണ്ട് കായകളും ഈ ചില്ലയിൽ ഒരു ചില്ലയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ കാണുന്നത് അതിൽ നിന്ന് പൊഴിഞ്ഞു വീണ കായകളാണ് ഞാനിപ്പോൾ എടുത്തത്. ഈ സസ്യത്തിൻ്റെ വേര്, തണ്ട്, ഫലം എന്നിവയൊക്കെയാണ് ഈ സാധാരണ ഔഷധത്തിനായി ഉപയോഗിക്കുന്നത്. വേരിൻ്റെ നീര്, വേരിൻ്റെ തൊലി കൊണ്ടുള്ള കഷായമൊക്കെ പ്രമേഹത്തിനായി ഉപയോഗിക്കുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂടാതെ ഈ വയറിളക്കം, വയറുവേദന എന്നിവയ്ക്കൊക്കെ ഇതിൻ്റെ കായകൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഈ കൊച്ചു പിള്ളേർക്ക് ഉരമരുന്ന് കൊടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, അതിൽ ഈ ഇടംപിരിയും വലംപിരിയൊക്കെ അതിലുണ്ടാവും. അത് ഈ വയറുവേദന, വയറിളക്കം ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഒരു അലങ്കാര സസ്യമായിട്ടും വീട്ടിൽ വളർത്താൻ കഴിയുന്ന ഒരു സസ്യമാണിത്. ഇതിൻ്റെ ചില്ല ഒടിച്ച് നട്ടാൽ ഈ സസ്യത്തെ കിളിർപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇടംപിരി വലംപിരി എന്നുള്ള സസ്യം. വീണ്ടും പുതിയ വൃക്ഷങ്ങളുടെയും ഔഷധസസ്യങ്ങളുടെയും വീഡിയോകളുമായി വീണ്ടും വരാം. ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.